ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിയെ ഞാൻ വിളിക്കുക മാളുകെടുത്തി എന്നാണ്. 85 വയസ്സ് പ്രായം ഉണ്ട്. വളരെ വലിയ ഈശ്വര ഭക്ത ആണ്. പല സംഘടനകളിലും സജീവമായിരുന്നു. സത്യസായി സംഘടനയുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും കേൾക്കാനായിട്ട് പോകും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സത്സംഗം എന്നത്. പരദൂഷണം പറയാതെ ദൈവികമായ കാര്യങ്ങൾ പറയുന്നതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. വെറുതെ ഈശ്വരൻ്റെ ഒരു നാമം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ല. നമ്മുടെ ജീവിതത്തിനെ സത്സംഗമായിട്ട് മാറ്റാൻ കഴിയും. ഒരു തവണ അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പൊ അവിടെ അവസാനമായിട്ട് ഒരാൾ കിടക്കുന്നു. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടണം. ഇവരെവിടെ പോയിട്ടൊരു ബോട്ടലിൽ വെള്ളം കൊണ്ടേ കൊടുത്തു. ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പാണ് ആഹാരം കഴിച്ചിട്ട് ജ്യൂസായ കാര്യങ്ങൾ പറയുന്നത്. ആഹാരവും വാങ്ങിക്കൊടുത്തു. പോരുമ്പോ ചോദിച്ചു ഇനി എന്തെങ്കിലും വേണോ? ഇന്നത്തെ പേപ്പർ ഒന്ന് വാങ്ങിത്തരണം. ആ പേപ്പറും വാങ്ങിക്കൊടുത്തു. പോരുന്നതിന് മുമ്പേ ദിവസേന എങ്ങനെ പേപ്പർ വായിക്കില്ലോ എന്തോ ചോദിച്ചു മാളിയെടുത്ത്. അല്ല, ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ടാണ് പേപ്പർ ചോദിച്ചത്. ഏതായാലും പേപ്പർ കൊടുത്തു. ഇതൊരു ഫലിതം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ. എവിടെ പ്രസംഗിക്കുമ്പോഴും അവരോടുള്ളതിരിക്കും കേൾക്കാൻ. അങ്ങനെ ഡൽഹി യാത്രയ്ക്ക് ഹിമാലയ യാത്ര പോകുമ്പോൾ കൂടെയുണ്ട്. ഏത് സമയത്തും സത്സംഗം ശ്രമിച്ചുകൊണ്ടിരിക്കണം. റിട്ടയർ ചെയ്ത് ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലോട്ടായിരുന്നു ജോലി ചെയ്ത്. ഹിമാലയത്തില് കേദാർനാഥില് അത്യധികം തണുപ്പ് സഹിക്കാൻ കഴിയാതെ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരവസരം. ഞാൻ മുറിയിരിക്കുകയാണ്, എനിക്ക് തണുത്ത് നിൽക്കാൻ പറ്റും. അപ്പൊ അടുത്തേക്ക് വന്നു, പി ആർ നാം സാറ് സത്സംഗം ഉണ്ടോ? ഏതെങ്കിലും ജീവിതത്തെ പറ്റി ഒന്ന് കേൾക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ മുഴുവനും നമ്മൾ വിചാരിച്ച പോലെ ഭക്തിഭാവമല്ല. ജീവിതത്തെക്കുറിച്ച് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം. നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാത്തതും അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവും ഇല്ലാത്ത കാര്യമല്ലേ കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മാളിയെടുത്ത് എത്ര സത്സംഗം കേട്ടു കഴിഞ്ഞു, ട്രെയിനിൽ വരുമ്പോൾ തന്നെയാണ് എന്നും പറഞ്ഞ് ജീവിതത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിച്ച സംഭവം എന്താണ്? പലരോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്നോട് പലരോടും ചോദിക്കാറുണ്ട്. സന്തോഷിപ്പിച്ച സംഭവവും ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു, നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് മാളിയെടുത്ത് ജനിച്ചത്. പക്ഷെ എന്നിരുന്നാലും പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കത്തിയായിരുന്നു. വളരെ നന്നായിട്ട് പഠിക്കും. വീട്ടുജോലി ഇതൊക്കെയാണ് ഓരോരുത്തർ ജീവിച്ചിരുന്നത്. കുടുംബത്തിൽ വലിയ പ്രമാണിത്യമൊന്നും അവകാശപ്പെടാൻ ഇല്ല. കുറ്റിപ്പുറം അപ്പുറത്ത് ആനക്കര എന്നുള്ള സ്ഥലത്താണ്. നമുക്ക് ആർക്കും നമ്മുടെ കുലത്തെ മാറ്റാൻ കഴിയില്ല, ബന്ധുജനങ്ങളെ മാറ്റാൻ കഴിയില്ല.
ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SLC പാസ്സാവുക എന്നാണ്. ഇത് 1957 കാര്യം ആയിരിക്കും. ഞാൻ പഠിക്കുന്ന കാലത്തും 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. കുറേ കുട്ടികൾ പരീക്ഷ എഴുതും, അതിലിപ്പോൾ 1-2 ആള് പാസ്സായാലായി. അങ്ങനെയാണ്. പാസ്സാവുന്നൊരു വിചാരം വരെ ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മാളുവെടുത്തി മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിൽ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരീക്ഷ എഴുതിയാൽ റിസൾട്ട് വരണ വരെ തലയ്ക്കകത്ത് തന്നെയാണ് ചിന്ത. അന്നത്തെ കാലത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു, എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പം ജയിക്കണമെങ്കിൽ എങ്ങനെയാ, ശരി 35 മാർക്കെങ്കിലും കിട്ടണം. അങ്ങനെ വളരെ നോക്കി നോക്കി അതിന് 3 മാർക്ക് കിട്ടില്ല, 2.5 കിട്ടുള്ളൂ. ഇങ്ങനെ കണക്കാക്കുമ്പോൾ കഷ്ടി 35ന്റെ അടുത്ത് എത്തും. അപ്പം അങ്ങോട്ട് കടന്ന് കിട്ടുമോ എന്നാണ് ചിന്ത. അങ്ങനെ ഇരിക്കെ നാളെയാണ് റിസൾട്ട് വരുന്നത്. 2 ദിവസം മുമ്പേ ഉറക്കം കിട്ടുന്നില്ല, തലേ ദിവസം ഉറങ്ങുന്നില്ല. റിസൾട്ട് പത്രത്തിലാണ് വരിക. എല്ലാ വീട്ടിലൊന്നും പത്രം വരുത്തില്ല. അപൂർവം ചില സമ്പന്നരുടെ വീട്ടിൽ മാത്രമാണ് പത്രം വരുത്തുക. ഒരു പേപ്പറിന് 5 നയാ പൈസ ഉണ്ട്. 5 നയാ പൈസ കൊടുത്തിട്ടൊന്നും ഒരു പേപ്പർ വാങ്ങത്തക്ക വിധമൊന്നും കാര്യങ്ങളൊന്നുമില്ല. അധ്യാപകർ എല്ലാവരും വീട്ടിൽ വാങ്ങില്ല. എല്ലാ മാഷന്മാർക്കും കൂടി വായിക്കാൻ വേണ്ടി ഒരു പേപ്പർ വാങ്ങും. വൈകുന്നേരം വീട്ടിൽ ഒരാൾ കൊണ്ടുപോകും, ആ ആളെ ലേലം വിളിച്ചെടുക്കും. 1 റുപ്യോ എന്തെങ്കിലും കൊടുത്ത് 1 മാസത്തെ പേപ്പർ മുഴുവൻ ലേലം വിളിച്ചെടുക്കും. ഇതിലാണ് റിസൾട്ട് വരിക. പ്രഭാതത്തിലെ വണ്ടിക്ക് ആണ് പത്രം വരിക. അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ പത്രം പ്രഭാതത്തിൽ വരുമ്പോഴേക്ക് ഇത് അറിയാൻ വേണ്ടി പോയ അനുഭവം എനിക്ക് ഉണ്ട്. കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ ഉണ്ടാവും. എല്ലാവരുടെയും മുഖത്ത് വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. കാര്യം വെച്ചാൽ എല്ലാത്തിലും 35 കിട്ടിയാലാണ് ജയിക്കുകയുള്ളൂ. ഓരോരുത്തരും പല വിഷയത്തിലും വളരെ അബദ്ധം ആയിരിക്കും. സ്കൂളിലാകെ 100 കുട്ടി എഴുതിയാൽ 2-3 കുട്ടിയാണ് ജയിക്കുന്ന പ്രശ്നമുള്ളൂ. ഈ മലയെടുത്തി വീട്ടിൽ നിന്ന് പേപ്പർ നോക്കാൻ പോവാതെ ഒരു കാരണവരോട് പറഞ്ഞു പേപ്പർ നോക്കി വരാനായിട്ട്. നമ്പർ കൊടുത്തു വെച്ചു എന്നാണ് ഓർമ്മ. ഇനിയൊരു പേപ്പർ വാങ്ങുകയാണോ എന്ന് അറിഞ്ഞൂടാ, 5 പൈസ കൊടുത്തിട്ട്. ഏതായാലും നമ്പർ കൊടുത്തയച്ചിട്ട് പിന്നീടുള്ള ഓരോ നിമിഷവും പറയുന്നത് കേദാറിൽ വെച്ചിട്ട്, ഈശ്വര, ആ റിസൾട്ട് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. ഈ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ആരാധ്യരായുള്ള ശ്രോതാക്കൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഓരോ സമയത്തും ടെൻഷൻ. ജനവാലി കൂടെ പുറത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, റിസൾട്ട് നോക്കാൻ പോയ കാരണവർ വന്നിട്ടുണ്ടോന്ന്. കുറേ നേരം നോക്കി, കാരണവരെ കണ്ടു. വീട്ടിന്റെ അടുത്തിടെ എത്തുമ്പോഴേക്ക് അങ്ങോട്ട് ഓടി ചെല്ലണ്ടേ? ഞാൻ ജയിച്ചോ എന്നല്ലേ അറിയേണ്ടത്. ഞാൻ ജയിച്ചോ എന്ന് അടുത്ത് പോയി ചോദിച്ചു. നീ തോറ്റിരിക്കണു എന്നും പറഞ്ഞ് കാരണവരകത്തേക്കാട് പോയി. ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു ദുഃഖം സഹിക്കാൻ വയ്യ. തലയിൽ കൈ വെച്ചങ്ങണ്ടിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഈശ്വരന്മാരുടെ പേര് പോലും അറിയാത്ത സാഹചര്യമാണ്. കുറെ നേരം മുകളിൽ ഇരുന്ന് കരഞ്ഞു. തിരിച്ചു വന്നു. കാരണവന്മാർക്കുണ്ട്. ഈ കാരണവന്മാർക്കൊന്നും പുതിയ തലമുറയെക്കൂടെ മനഃശാസ്ത്രം ഒട്ടും അറിയില്ല കേട്ടോ. അനുഭവിച്ചല്ല. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. പുതിയ തലമുറ ജയിച്ചാലും വേണ്ടില്ല, തോറ്റാലും വേണ്ടില്ല.
സ്കൂളിൽ പോകുന്ന കുട്ടികളോട് പറയും ഇന്ന് പോണ്ട, അല്ല ഇന്ന കാര്യമുണ്ട് കണ്ണിനെ നോക്ക്, ഒരു ദിവസം ശമ്പളം കളഞ്ഞളാ, ഇന്ന് ഈ സ്കൂളിൽ പോണ്ട, ഒരു ദിവസം ശമ്പളം കളഞ്ഞളാ. ഇതൊക്കെയാണ് അന്നത്തെ ഡയലോഗ്. നിറകണ്ണുകളോട് ഞാൻ തോറ്റു അല്ലേ എന്ന് കാരനോട് ചോദിച്ചു. അല്ല നീ ജയിച്ചിരിക്കണു, നീ ജയിച്ചിരിക്കണു. പിന്നെ ആദ്യം പറഞ്ഞതോ തമാശ പറഞ്ഞതേ. ഇതാണോ തമാശ? എന്നിട്ട് ഇത് എന്നോട് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് 85-ാമത്തെ വയസ്സിൽ ഇത് കരഞ്ഞിട്ട് പറയണു എനിക്ക് പിന്നെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടായിട്ടില്ല, ആ പരീക്ഷ ജയിച്ച സന്തോഷമൊക്കെ പോയില്ലേ. എത്ര അശ്രദ്ധമായിട്ടാണ് ആ കാരണവര് പറഞ്ഞത് നീ തോറ്റിരിക്കണു എന്ന് പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞ് രണ്ടാമത് ചോദിച്ചപ്പോൾ ജയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ സംസാരിച്ച കാരണവരുടെ സംസ്കാരം ഒന്ന് ആലോചിക്കണം. അതിപ്പോ ഞാൻ പറയാൻ കാരണം ആളുകൾക്ക് മരിച്ചു. അപ്പൊ ഇവിടെ കാരണവരാരാന്ന് കണ്ടുപിടിക്കല് എളുപ്പമല്ലാത്തത് കൊണ്ട് പറയുന്നു. എനിക്ക് പിന്നെ സന്തോഷം ഉണ്ടായിട്ടില്ല. എത്ര ഞാൻ സന്തോഷിക്കുമായിരുന്നു നീ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറയാൻ തോന്നിയില്ല. ഇതിന് തുല്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു കാണും. കുട്ടികളോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഇപ്പോഴും നിറകണ്ണുകളോടെ മരണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, അന്ന് എന്നോട് നീ ജയിച്ചിരിക്കണു മാളുവോ എന്നൊരു വരി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും എൻ്റെ ഹൃദയം ആ സന്തോഷത്തിന്റെ തുടുപ്പുണ്ടാകുമായിരുന്നു. എനിക്കിപ്പോ സന്തോഷമില്ല, ഞാൻ ജയിച്ചിട്ടില്ല. എന്തിനാ ഇത് പറഞ്ഞത്? ആരാധ്യരായ ശ്രോതാക്കള് ഇത് ചിന്തിക്കുകയും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാനും വേണ്ടി പറഞ്ഞതാണ്. എല്ലാവർക്കും നമസ്കാരം.